ഹായ് എവ്രി വൺ. നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ നമ്മൾ വെനീസൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. ഇന്ന് നമ്മൾ വെനീസിൽ നിന്ന് ഫ്ലോറൻസിലേക്ക് ട്രെയിനിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇറ്റലി ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്ലോറൻസിൽ എന്തായാലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഇറ്റലിയിലെ മെയിൻ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു നാടാണ് ഫ്ലോറൻസ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഒരു ഉച്ചയായപ്പോഴേക്കും ഫ്ലോറൻസിലെത്തി. ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. എന്തൊക്കെയോ ഇറ്റാലിയൻ ഡിഷസ്, പേരറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങളാണ് നമ്മൾ വാങ്ങി കഴിച്ചത്. ചിലതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന കത്തീഡ്രൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ മാത്രമാണ് ഇന്നത്തെ ദിവസം ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തിട്ടുള്ളൂ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ പാകത്തിന് ഈ കത്തീഡ്രൽ എന്താണുള്ളതെന്ന്. ഈ കത്തീഡ്രലിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയാണ് ഗലീലിയോ ഗലീലി, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ള, സയൻറ്റിസ്റ്റായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇറ്റാലിയൻ റിനൈസൻസിൻ്റെ ഒരു ഒരു മേജർ പേഴ്സണാലിറ്റി എന്ന് പറയാവുന്ന ഗലീലിയോ ഗലീലിനെ എവിടെയാണ് അടക്കിയേക്കുന്നത്. അതുപോലെ ഈ കാണുന്നത് മൈക്കലാഞ്ചലോനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇറ്റലിയിൽ നിന്നുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, സ്കൾപ്ചർ ആർട്ടിസ്റ്റാണ് മൈക്കലാഞ്ചലോ. അപ്പോൾ മൈക്കലാഞ്ചലോ, അതുപോലെ ഗലീലിയോ ഗലീലി, പിന്നെയും വേറെ ഒത്തിരി പേഴ്സണാലിറ്റീസ് ഉണ്ട് കേട്ടോ. ഡാൻഡെ, മക്കിയാവെല്ലി, അങ്ങനെ ഒത്തിരി പേരെ ഇവിടെയാണ് സംസ്കരിച്ചേക്കുന്നത്. ഈ കാണുന്നതൊക്കെ കല്ലറകളാട്ടോ. ഈ മാർബിൾ പീസുകളെല്ലാം ഈ കത്തീഡ്രലിൻ്റെ അകത്തുള്ള കല്ലറകളാണ്. ആളുകൾ ആക്ച്വലി അടക്കിയേക്കുന്ന കല്ലറകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. വീഡിയോയിൽ മേ ബി അത്രയ്ക്ക് അങ്ങ് മനസ്സിലാവില്ല, പക്ഷേ ഈ ഒരു കത്തീഡ്രൽ ഭയങ്കര ഹ്യൂജാണ്, ഭയങ്കര വലിപ്പമാണ്. അതുപോലെ ഫുൾ ഓഫ് പെയിൻറ്റിങ്സ് ആണ്. ഈ ഒരു നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെയുള്ള ഒരു നാടാണ്. ഈ ഒരു കത്തീഡ്രൽ നിറയെ പെയിൻറ്റിങ്സും ആർട്ട് വർക്കും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കത്തീഡ്രൽ ചുറ്റിക്കറങ്ങി കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിറയെ ഷോപ്സ് ഉണ്ട്. ഇവിടുത്തെ ടൂറിസ്റ്റ് സെൻ്ററാണ്. അപ്പോൾ ചുറ്റിലും നിറയെ ഷോപ്സൊക്കെയാണ്. അവിടെ കുറച്ച് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ ഈ കാണുന്നതാണ് സാന്റാ ക്രോഷെ കത്തീഡ്രൽ. ഇറ്റലിയിൽ നിറയെ ഇതുപോലത്തെ ഒത്തിരി കത്തീഡ്രലും പള്ളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയത് ഒരു വൈൻ വിൻഡോ തപ്പിയിട്ടാണ്. അപ്പോൾ ഫ്ലോറൻസിലെ ഒരു പ്രധാന ഒരു സംഭവമാണ് വൈൻ വിൻഡോ എന്ന് പറയുന്നത്. അതായത് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല. ഈ കാണുന്നത് ഒരു ബാറാണ്. ബാറിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ വിൻഡോ ആണ്. നമ്മൾ ഈ കാണുന്ന മണി അടിക്കുന്നു, ഈ വിൻഡോയിൽ കൂടെ ആൾ വന്ന് തുറക്കുന്നു, നമ്മളിവിടെ കൂടെ ഓർഡർ ചെയ്യുന്നു, നമുക്ക് ഇവിടെ കൂടെ തന്നെ ഡ്രിങ്ക്സ് കിട്ടുന്നു. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വൈനാണ് ഈ ഒരു വൈൻ വിൻഡോയിൽ കൂടെ ഓർഡർ ചെയ്യുക. ബാക്കി ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിക്കാം. ഇറ്റലിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പറോളാണ്, അപ്പറോൾ സ്പ്രിറ്റ്സ്. അപ്പോൾ അപ്പറോൾ വാങ്ങിക്കാം, ബിയർ വേണമെങ്കിൽ ബിയർ വാങ്ങിക്കാം. നമ്മൾ വാങ്ങുന്നത് ഒരു റെഡ് വൈനാണ്. വൈൻ വിൻഡോയിൽ വന്നിട്ട് വൈൻ തന്നെ വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഗ്ലാസ് റെഡ് വൈനാണ് വാങ്ങിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വൈൻ വിൻഡോസ് ഉണ്ട് കേട്ടോ ഫ്ലോറൻസിൻ്റെ പല ഭാഗത്തായിട്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിവിടെ വൈനൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇവിടെ ഈ വൈൻ വിൻഡോന്ന് ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കാനായിട്ട്. നമ്മളപ്പോൾ വൈനൊക്കെ വാങ്ങി കുടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് ഇനി വേറെ വലിയ പരിപാടികളില്ല. നമ്മളെവിടെയും ടിക്കറ്റൊന്നും ബുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പിയാസലെ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ഈ കാണുന്ന ഹില്ലിലേക്കാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോറൻസ് ടൗണിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ഒരു ഹില്ലിൻ്റെ മുകളിൽ നിന്ന്. ഇത് ഫ്രീ എൻട്രൻസ് ആണ്. ഇവിടെ നമ്മളങ്ങനെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിറയെ ടൂറിസ്റ്റ് ഉണ്ട്. നല്ലൊരു വെതറാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഹിൽ ടോപ്പിൽ വന്നു. ഈ കാണുന്ന വ്യൂ, ഇത് നമ്മൾ ഏറ്റവും മുകളിൽ നിന്നല്ല എടുത്തേക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് ഇതിലും നല്ല ബ്യൂട്ടിഫുള്ളാണ് വ്യൂ ഒക്കെ. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ അപ്പോഴേക്കും ഈവനിങ് ആയി. ഈ കാണുന്ന ലെതർ ഷോപ്സൊക്കെ ഇറ്റലിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലെതർ. ഈ കാണുന്നതൊന്നും ഒറിജിനൽ ലെതർ ആയിരിക്കില്ല, ബട്ട് ഇങ്ങനത്തെ ലെതർ സംഭവങ്ങളൊക്കെ ഇവിടെ ഭയങ്കര പോപ്പുലറാണ്. ഇറ്റലിയിൽ നിന്ന് എല്ലാവരും ലെതർ ആക്സസറീസൊക്കെ എപ്പോഴും വാങ്ങിക്കുന്നതാണ്. നമ്മളൊന്നും വാങ്ങിയില്ല, വെറുതെ ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നേക്കുന്നത് ഇവിടുത്തെ ഒരു മാർക്കറ്റിലാണ്. അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒത്തിരി ഷോപ്സ് ഉണ്ട്. അപ്പോൾ പല ഷോപ്സിൽ നിന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി
അവിടുത്തെ ഡൈനിങ് ഏരിയയിൽ വന്നിരുന്ന് കഴിക്കാം. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ നിറയെ ലൈക്ക് ഒരു 50 ഷോപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. ഡ്രിങ്ക്സ് ഉണ്ട്, ഫുഡുണ്ട്, ലൈക്ക് ഡെസേർട്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു മാർക്കറ്റായിരുന്നു. നല്ല ഒരു അടിപൊളി സ്ഥലമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗ്രിൽഡായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഡ്രിങ്ക്സും ഓർഡർ ചെയ്തു. അതായിരുന്നു നമ്മുടെ ഫ്ലോറൻസിൽ വന്നിട്ടുള്ള ദിവസം. ഒരു ഫുൾ ഡേ നമുക്ക് ഇന്ന് ഫ്ലോറൻസിൽ ഉണ്ടായിരുന്നില്ല, നമ്മൾ ഉച്ചയായിട്ടാണ് വന്നത്. സോ ഫ്ലോറൻസിലെ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി ഇറ്റലി വിശേഷങ്ങൾ കാണാനായിട്ട് ഫോളോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.